IPL-ലെ രണ്ടാമത്തെ അതിവേഗ സെഞ്ചുറി. നേട്ടത്തിൽ ക്രിസ് ഗെയിലിന് തൊട്ടുപിന്നിൽ. അതിവേഗത്തിൽ IPL സെഞ്ചുറി നേടിയ ഇന്ത്യൻ പ്ലെയർ. 2020-ൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. പ്രായം വെറും 14 വയസ്സ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ബോസ് ബേബി വൈഭവ് സൂര്യവംശി. ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ ഏപ്രിൽ 28 തിങ്കളാഴ്ച ഗുജറാത്ത് ടൈറ്റൻസിനോട് രാജസ്ഥാൻ റോയൽസ് ഏറ്റുമുട്ടും. 11ാം ഓവറിൽ ഗുജറാത്തിന് വേണ്ടി പന്തെറിയുന്നത് അഫ്ഗാൻ താരം റാഷിദ് ഖാൻ. സ്ട്രൈക്കൻഡിൽ ബാറ്റുമായി നിൽക്കുന്നത് 14-കാരനായ വൈഭവ് സൂര്യവംശി. റാഷിദ് ഖാന്റെ ബോളിനെ 6 പറത്തിക്കൊണ്ട് വൈഭവ് തന്റെ ആദ്യ സെഞ്ചുറി കുറിക്കുമ്പോൾ പരിക്കേറ്റ കാലുമായി വീൽ ചെയറിലിരിക്കുകയായിരുന്ന കോച്ച് രാഹുൽ ദ്രാവിഡ് ആവേശത്തിൽ ചാടി എഴുന്നേറ്റ് കൈയടിച്ചു. ഒരു നിമിഷത്തേക്ക് തന്റെ പരിക്ക് പോലും മറന്നുകൊണ്ട്. 35 ബോളിൽ നിന്നാണ് വൈഭവ് IPL-ൽ തന്റെ ആദ്യ സെഞ്ചുറി കുറിച്ചത്. 2013-ൽ ക്രിസ് ഗെയിൽ എന്ന മാരക ബാറ്റർ 30 ബോളിൽ സെഞ്ചുറി തികച്ചുകൊണ്ട് എഴുതി ചേർത്ത ഏറ്റവും വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡിന് തൊട്ടുപിന്നിൽ. അതുമാത്രമല്ല റെക്കോർഡുകൾ. യൂസഫ് പഠാൻ 37 ബോളുകളിൽ നേടിയ സെഞ്ചുറി ആയിരുന്നു ഇതുവരെ 2ാം സ്ഥാനത്തുണ്ടായിരുന്നത്. ഒരു ഇന്ത്യൻ പ്ലെയർ നേടുന്ന ഏറ്റവും വേഗമേറിയ IPL സെഞ്ചുറി കൂടിയായി വൈഭവിന്റെ സ്കോർ രേഖപ്പെടുത്തി കഴിഞ്ഞു. IPL ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറിയൻ എന്ന റെക്കോർഡും വൈഭവ് സ്വന്തമാക്കിയിരിക്കുകയാണ്. 18 വയസ്സിൽ വിജയ് സോൾ നേടിയ റെക്കോർഡാണ് പയ്യൻ തിരുത്തിക്കുറിച്ചത്. 17 ബോളിൽ 50 തികച്ചുകൊണ്ട് IPL-ലെ ഏറ്റവും വേഗമേറിയ 50 നേടുന്ന അൺക്യാപ്ഡ് പ്ലെയർ അഥവാ ദേശീയ ടീമിൽ കളിച്ചിട്ടില്ലാത്ത താരം എന്ന റെക്കോർഡ് കൂടി അവൻ സ്വന്തം ഷെൽഫിൽ എത്തിച്ചു കഴിഞ്ഞു. ഋഷഭ് പന്തിന്റെ ലഖ്നൌവിനെ ഞെട്ടിച്ചുകൊണ്ടാണ് വൈഭവ് IPL-ൽ അരങ്ങേറ്റം നടത്തിയത്. ഷർദുൽ ഠാക്കൂറിനെ ആദ്യ പന്തിൽ തന്നെ സിക്സർ തൂക്കിക്കൊണ്ട് തുടക്കം. 20 ബോളിൽ 170 എന്ന സ്ട്രൈക്ക് റേറ്റിൽ 34 റൺസ് എടുത്തുകൊണ്ടാണ് അവൻ വരവറിയിച്ചത്. ഗുജറാത്തിനെതിരായ മാച്ചിൽ അവൻ അടിച്ചുകൂട്ടിയത് 11 സിക്സുകളും 7 ഫോറുകളും. പയ്യന്റെ തല്ല് വാങ്ങിക്കൂട്ടിയവരെല്ലാം പ്രമുഖർ. ഇഷാന്ത് ശർമ്മ, മുഹമ്മദ് സിറാജ്, വാഷിംഗ്ടൺ സുന്ദർ, റാഷിദ് ഖാൻ, കരീം ജന്നത്ത്, പ്രസിദ്ധ് കൃഷ്ണ എന്നിവർ. ഇഷാന്തിന്റെ ഒരു ഓവറിൽ 3 സിക്സും 2 ഫോറും അവൻ അടിച്ചുകൂട്ടി. വാഷിംഗ്ടൺ സുന്ദറിന്റെ ഓവറുകളിൽ 2 സിക്സുകളും 1 ഫോറും അവൻ പറത്തി. 38ാം പന്തിൽ പുറത്താകുമ്പോൾ വൈഭവിന്റെ സ്കോർ 101 റൺസ്. ഈ IPL-ൽ പരാജയത്തിൽ ആറാടിക്കൊണ്ടിരുന്ന രാജസ്ഥാൻ റോയൽസ് അവന്റെ ബാറ്റിന്റെ കരുത്തിൽ 8 വിക്കറ്റിന് ഗുജറാത്തിനെ കീഴടക്കുകയും. അതോടെ അവനൊരു വിളിപ്പേര് വീണു, IPL-ലെ ബോസ് ബേബി. അതെ, പരിക്കിന്റെ പിടിയിലായ സഞ്ജു സാംസണിനും ക്യാപ്റ്റൻ സ്ഥാനത്തുള്ള റിയാൻ പരാഗിനും സാധിക്കാത്തത് സാധിച്ചെടുത്ത കുട്ടി ബോസ്. 2011 മാർച്ചിൽ ബീഹാറിലാണ് വൈഭവിന്റെ ജനനം. MS ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ വീണ്ടും ലോകകപ്പ് നേടിയ അതേ വർഷം. സമസ്തിപൂരിൽ കൃഷിക്കാരനായ സഞ്ജീവ് സൂര്യവംശിയാണ് പിതാവ്. 4ാമത്തെ വയസ്സിൽ തന്നെ വൈഭവ് ക്രിക്കറ്റിലുള്ള കഴിവ് പ്രദർശിപ്പിച്ചു തുടങ്ങി. അത് കണ്ടറിഞ്ഞ സഞ്ജീവ് കൃഷിപ്പണി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ പിന്നെ മകനുമായി ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. പിന്നീട് സഞ്ജീവ് മകനെ അടുത്തുള്ള ബ്രജേഷ് ഝാ എന്ന കോച്ചിന് അടുത്തയച്ചു. കൂടുതൽ മെച്ചപ്പെട്ട പരിശീലനത്തിനായി പാട്നയിൽ മനീഷ് ഓശയുടെ അടുത്തേക്ക് പിന്നീട് എത്തിച്ചു. 14 വയസ്സിൽ തന്നെ വിനു മങ്കാത്ത് ട്രോഫി, അണ്ടർ-19 ചലഞ്ചേഴ്സ് ട്രോഫി, ACC അണ്ടർ-19 ഏഷ്യ കപ്പ് എന്നിവയിൽ തന്റെ പ്രതിഭ തെളിയിച്ചു. കഴിഞ്ഞ വർഷം ഇന്ത്യൻ അണ്ടർ-19 ടീമിൽ കളിച്ച അവൻ ഓസ്ട്രേലിയക്കെതിരെ 58 ബോളിൽ സെഞ്ചുറി അടിച്ചു. IPL-ലെ നേട്ടത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ അടക്കമുള്ളവരാണ് വൈഭവിനെ അഭിനന്ദിക്കുന്നത്. കഴിഞ്ഞ നവംബറിലായിരുന്നു അവന്റെ 13ാമത്തെ വയസ്സിൽ 1.1 കോടി രൂപയ്ക്ക് വൈഭവിനെ രാജസ്ഥാൻ വാങ്ങിയത്. അതും ഒരു റെക്കോർഡായിരുന്നു. IPL ആരംഭിക്കുമ്പോൾ ജനിച്ചിട്ട് പോലും ഇല്ലാത്തവൻ, IPL കഴിയുമ്പോൾ സ്കൂളിലേക്ക് പോകേണ്ടവൻ, IPL-നെ വിറപ്പിച്ച താരങ്ങളെ എല്ലാവരെയും വരച്ച വരയിൽ നിർത്തിയിരിക്കുന്നു അവന്റെ ബാറ്റിന്റെ കരുത്തുകൊണ്ട്. പയ്യൻ IPL-ന്റെ മാത്രമല്ല ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രം തന്നെ തിരുത്തി കുറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.